ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ നോർമലായിട്ടൊരു സിബ്ബാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ലേസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് നമ്മൾ കവർ ചെയ്തിട്ട് അടിക്കുന്നതാണ്. പണ്ടത്തെ അമ്മമാരൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് മാക്സി ഇല്ലേ, അപ്പോൾ അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഇതാ മെറ്റീരിയൽ ഞാൻ അത് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം ക്ലോസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന താഴത്തായില്ലത് കറക്റ്റ് ലെങ്ത്ത് ആക്കി നോക്കിയിട്ട് മടക്കി വെച്ചിട്ടാണില്ല. അപ്പോൾ ആ സൈഡിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തുണി എടുക്കാമല്ലോ, കുറച്ച് വലിയ പീസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ചാണ് എടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ എടുക്കുന്നത് ഏകദേശം 3.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ടോട്ടൽ ഒരു 7 ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഷോൾഡർ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവിന് തന്ന മാക്സിയുടെ അത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്ന് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് 7 ഇഞ്ചല്ല നമുക്ക് നേരത്തെ ഷോൾഡർ ആ 7 ഇഞ്ചിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ജസ്റ്റ് അളവ് നോക്കിയിട്ട് നമുക്ക് ആ താഴത്തേക്ക് മാർക്ക് ചെയ്ത് ആം ഹോളിന് കുറച്ച് അപ്പുറത്തും ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് വളവില്ലാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലൈൻ കിട്ടും കേട്ടോ. പിന്നീട് നമ്മൾ മാർക്ക് ചെയ്ത് ചെസ്റ്റ് അളവ് 10 ഇഞ്ച്. അപ്പോൾ ഞാൻ നൈറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മേൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം 36 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ നൈറ്റി തന്ന നൈറ്റിൽ 40 കേട്ടോ ഉണ്ടായത്. നൈറ്റി കുറച്ച് ലൂസാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ അതും കൂടി മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോളിൻ്റെ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ആം ഹോൾ വരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അളവ് വരെ മാത്രമേ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണ്ടൂ. നമ്മൾ ഫ്രണ്ടിലത്തെ ആം ഹോൾ കുറച്ച് കുഴിച്ച് വിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ആം ഹോൾ വരക്കുന്നില്ല, അവിടുന്ന് ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് നമുക്കൊന്നിങ്ങനെ വരച്ചു കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു ക്രോസിലുള്ളൊരു വരയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കൈവച്ച് വരക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. എന്നാൽ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അത് സെൻറ്റർ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ നേരത്തെ മാർക്ക് ചെയ്ത 10 ഇഞ്ച് ജസ്റ്റ് അളവ് ചെയ്തില്ലേ അവിടത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ അടുക്കുന്ന കുറച്ച് സ്ട്രെയിറ്റിനും പിന്നെ അങ്ങോട്ടേക്ക് ഒരു കുഴിഞ്ഞണക്കലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ വേറെ കളർ ചോക്ക് ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടി മനസ്സിലാവട്ടെ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരുപാട് നല്ല ജസ്റ്റ് ഒന്നിങ്ങനെ ചോക്ക് ഉപയോഗിച്ച് ആ സ്ട്രെയിറ്റിലും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വരുന്ന രീതിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടിലെത്തത്, മറ്റേ നമ്മുടെ ബാക്കിലെത്തും. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ. 2.5 തന്നെ കുറച്ച് താഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഏകദേശം 5.25 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പം 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊരു ബോക്സാക്കി വരക്കാം. ബാക്കിലത്തെ ഏകദേശം ഒരു 3.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇത് റൗണ്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ആം ഹോൾ വെച്ചിട്ട് ആ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അതിനെ വരച്ചെടുക്കട്ടെ. ആം ഹോളിൻ്റെ സ്കെയിൽ വെച്ചിട്ട് അതും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ എടുക്കുന്ന ഏകദേശം ഒരു 13.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ ലെങ്ത്താണ് വേസ്റ്റ് വരെ ഇല്ലേ, അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. എനിക്ക് വേണ്ട 9 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. 9 ഇഞ്ചിൻ്റെ ഒന്നിച്ച് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റിന്ന് വേസ്റ്റിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നമുക്ക് താഴത്തോളം ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് വരക്കുന്നുണ്ട്, ഫുള്ളായിട്ട് വരക്കാം. അല്ലെങ്കിൽ കുറച്ച് വരെ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഞാൻ വരച്ചെടുക്കുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേ അതുവരെ ഞാൻ വരച്ചിട്ടുള്ളൂ. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. താഴോളം വരച്ചില്ല, കാരണം എൻ്റെ ടേബിൾ ചെറുതായതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽ താഴത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ബാക്ക് ആം ഹോൾ വഴി നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്കും അതുപോലെ ഫ്രണ്ടിലത്തെ ആം ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിന് ഇതുപോലെ വെച്ചിട്ടുണ്ട്. താഴ്വശത്തെ ലെവലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ലെങ്ത്തിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാന്ന് കൂട്ടുന്നത്. 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യും. താഴ്വശത്ത് 1 ഇഞ്ച് 1/2 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 7.25 ഇഞ്ചോളാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഉള്ളത്. അത് കുറച്ച് അങ്ങോട്ടേക്കായി ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ നമുക്ക് മെറ്റീരിയൽ ഇല്ല, കുഴപ്പമില്ല. നമുക്കത് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തെ അടിയിലുള്ള മെറ്റീരിയൽ കൂടി ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ നമ്മൾ സ്ലീവിന് ഒരു 3 ഇഞ്ച് താഴ്ത്തി കൊടുക്കുകയില്ല. അതായത് ആ സൈഡിൽ നിന്ന് നമ്മൾ താഴ്വശത്ത് വരുന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഏകദേശം ചെസ്റ്റ് അളവ് വരുന്ന 10 ഇഞ്ചാണ്.
അപ്പോൾ 10 ഇഞ്ച് നീളം വരുന്നെടുക്കുന്നു. ജസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കുക, 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് കിട്ടുന്ന ഈ ഒരു പോയിൻ്റാണ്. അവിടുന്ന് ഞാൻ ജസ്റ്റ് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ച് നമുക്ക് ഒരു ബോക്സ് കണക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയാലും മതി. ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത്. 3 ഇഞ്ച് ജസ്റ്റ് വെച്ചിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സ്ലീവ് കിട്ടാൻ വേണ്ടിയിട്ട്, അധികം സ്ലീവിൻ്റെ മെറ്റീരിയൽ അധികം വരാണ്ട് കറക്റ്റ് അതിന് ആം ഹോളിൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. 10 ഇഞ്ച് വരുന്നതും ക്രോസിൽ ആ 3 ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റില്ലേ അവിടെ 10 ഇഞ്ച് ഇതുപോലെ വരുന്നുണ്ട്, ക്രോസിൽ ഇതുപോലെ വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ ഇത് വരുന്നത്. നമ്മൾ ക്രോസിൽ വെക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ 10 ഇഞ്ചിൽ വെക്കുന്ന സമയത്ത് കണ്ടില്ല കുറച്ച് ഡിഫറൻസ് വരില്ല, കുറച്ച് അധികം വരും കേട്ടോ നമുക്ക് സ്ലീവിൻ്റെ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്രോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ക്രോസിൽ വന്നു. ഇത് നമുക്ക് താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് എനിക്ക് 5.5 ഇഞ്ചാണ് താഴത്ത് വീതി വേണ്ടത്. പിന്നെ അതിനനുസരിച്ച് ഞാൻ 1.5 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് ആ 1.5 ഇഞ്ച് ഞാൻ ഈ ഒരു 10 ഇഞ്ച് വന്ന് ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്കാണ് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒരു 1.5 ഇഞ്ച്, തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തില്ല, ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. 1.5 ഇഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്കാണ് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഷേപ്പ് വരച്ച 10 ഇഞ്ചിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചത് ഇവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, മുകളിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതുപോലെ താഴ്ന്ന 1.5 ഇഞ്ച് വിട്ടില്ല, അവിടെ സ്ട്രെയിറ്റ് വരാം. പിന്നെ അവിടുന്ന് നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ ഈ 2.5 ഇഞ്ച് മുകളിൽ കൊടുത്തില്ല ഇതിലേക്ക് ഇതിങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഇതേ ഷേപ്പിലൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ സ്ലീവ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. സാധാരണ നമുക്ക് കട്ട് ചെയ്തെങ്കിൽ ഒരേപോലെ വെച്ച് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രീതിയുണ്ട് അതുപോലെ കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കട്ടെ ബിഗിനേഴ്സിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഫുള്ളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഇതാ വീഡിയോയിൽ കാണുന്ന ആൾക്ക് നമുക്ക് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതാ കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ കാണുന്ന കണ്ടോ, ആ ഒരു മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ലെവലില്ലാണ്ടാണല്ലോ 1 ഇഞ്ച് ഇതുപോലെ ഒരു ഭാഗം കയറ്റി വെച്ചിട്ടല്ലേ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടും. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ബാലൻസ് ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വശം ആ പ്രിൻറ്റിൽ 2 മെറ്റീരിയലും ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം വെക്കാൻ. അങ്ങനെ നമ്മളെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാക്കത്തെ സ്ലീവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ല, ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ സ്ലീവ്. അത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് ചെറിയൊരു ഡിഫറൻസ് നമുക്കതിൽ കാണാനുണ്ട് കേട്ടോ. നമുക്ക് ആ ഫ്രണ്ടിലത്തെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇപ്പോൾ 2 പ്രിൻറ്റ് വശം ഒരുമിച്ചാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടലും. അപ്പോൾ ഇതുപോലെ സ്ലീവ് പ്രിൻറ്റും ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ പീസിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സൈഡിൽ നമുക്ക് വന്ന ഒരു പീസില്ലേ, അതായത് നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി സൈഡിൽ വന്ന പീസ് ഇതുപോലെ ഓപ്പൺ വരുന്ന വശം എടുത്തിട്ടുണ്ട്. ഓപ്പൺ വരുന്ന വശം ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ആദ്യം അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കുന്ന പീസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ പീസ് നമുക്ക് പല രീതിക്ക് നമുക്ക് വേറെ കളർ വേണമെങ്കിൽ വേറെ കളറിൽ ചെയ്യാം, അല്ലാതെ വേറെ പാറ്റേൺ വേണമെങ്കിൽ വേറെ പാറ്റേണിൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. നമുക്കത് പിന്നെ സ്ക്വയർ വേണം സ്ക്വയർ കൊടുക്കാം, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് കൊടുക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സിബ് വെക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ഇതുപോലത്തെ ഒരു സ്ട്രൈറ്റ് പീസ് വേണം കേട്ടോ. അതിൻ്റെ വീതി ഒന്നുമില്ല, നമുക്ക് സൈഡ് മടക്കി എടുക്കണം, ഒരുപാട് വീതിക്ക് വേണ്ട കേട്ടോ. ഏകദേശം സിബിൻ്റെ ലെങ്ത്ത് നോക്കാം, അതിനേക്കാളും കുറച്ച് ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീതി തന്നെ ഒരുപാട് വേണ്ട, സെൻറ്ററിൽ കട്ട് കൊടുക്കാനുണ്ട്, പിന്നെ സൈഡ് മടക്കി എടുക്കാൻ കുറച്ചൊരു ഇങ്ങനെ ഞങ്ങൾക്ക് കണക്കൊന്നുമില്ലത് ഏകദേശം നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത്ര പോലെ വീതിക്കാണ് കേട്ടോ ആ ഒരു പീസ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസും കൂടി വേണം, അതിനേക്കാളും കുറച്ച് വലിയൊരു പീസ് വേണം കേട്ടോ. അത് 2 ആയിട്ട് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വേണ്ടത് ക്രോസ് പീസാണ് കേട്ടോ. ബാക്കിൽ ക്രോസ് പീസ്, ക്രോസിൽ 1.25 ഇഞ്ച് വീതിക്ക് ഒരു ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫ്രണ്ട് വശത്തിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം കേട്ടോ. ബാക്ക് സൈഡ് എടുത്തിട്ട് അതിനോട് നമ്മൾ പ്രിൻറ്റ് വരുന്ന വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴുത്തൊന്ന് 4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ടിൽ അടിക്കണം. ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ പീസിൻ്റെ മുകളിൽ പീസും കൂടി കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിത് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ തിരിച്ചെടുക്കാം കേട്ടോ. നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പീസ് അതിങ്ങനെ ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് ചില ആ തുച്ഛമില്ലേ അത് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് അതായത് ഇപ്പോൾ വെച്ച പീസല്ല നമ്മുടെ മെയിൻ ക്ലോത്തില്ലേ അതിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കൂടി വേണം നമ്മൾ പ്രസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം നമ്മുടെ നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ലേസ് വെച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ മാക്സിക്കൊക്കെ വെക്കുന്ന ലേസാണ്. അതിന് മുമ്പ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് നകത്തുകൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നതിനും നമുക്ക് ലേസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസും ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വെക്കുന്ന സമയത്ത് തന്നെ അടിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെയാണ് നകത്തോണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്താലും കറക്റ്റ് ആ ഒരു ഇതിൻ്റെ ഇത് കാണും കേട്ടോ. നമുക്ക് നല്ല വൃത്തിയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്കത് വെച്ചിട്ട് ലേസ് അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സിബ് വെക്കാം കേട്ടോ. സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെൻറ്റർ സിബിൻ്റെ ലെങ്ത്ത് നോക്കാം. അതിനേക്കാളും കുറച്ച് കുറവ്, കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിക്ക് വേണം നമുക്ക് കട്ട് കൊടുക്കാൻ വേണ്ടി. സെൻറ്ററിൽ നമുക്കൊന്ന് കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ ഒരു പീസ് എടുത്തില്ലേ, ആ ഒരു പീസും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. 2 സൈഡും അതുപോലെ താഴ്വശം ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം. പീസ് ഇതുപോലെ ആദ്യം മുകളിൽ കുറച്ചൊന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ, കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ തുച്ഛം കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് കവർ ചെയ്ത് പോകും. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. 4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അടിച്ചിട്ട് ആ കട്ടിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്ന. കട്ടിനെ കുറച്ച് താഴത്തായി ഇതുപോലെ പെന്നോട് ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുക്കുക. അതുപോലെ 2 സൈഡിൽ ഇതുപോലെ കുത്തിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ഈ ഒരു സൈഡിൽ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ വീഡിയോയിൽ ആദ്യം ഒരു ഫസ്റ്റിലെ കുത്തിൻ്റെ അടുത്തേക്ക് അടിച്ച് നിർത്തി വെക്കാം. അവിടെ നിന്ന് പിന്നെ ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ ക്രോസിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു പീസിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സിബ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രസ് സ്റ്റിച്ച് കൊടുത്തില്ലേ, ആ ഒരു പീസ് നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. സിബ് ഇതിൻ്റെ താഴത്ത് ഡയറക്റ്റ് വെച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ആ പീസിൽ വെച്ചിട്ട് ബാക്കിലോട്ടേക്കൊന്നും കൊടുക്കുന്നില്ല. സിബിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. സിബിൻ്റെ സൈഡിലെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം അതിൻ്റെ താഴത്തേക്ക് എത്താൻ സമയത്ത് നമുക്ക് സിബ് മുകളിലോട്ടേക്ക് വലിച്ച് ലെവലാക്കിയതിന് ശേഷം താഴത്ത് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന അടിച്ചിട്ട് പിന്നെ ആ സൈഡിലേക്ക് കൂടി അടിക്കുക. പിന്നെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് ആ സിബ് ജസ്റ്റ് താഴത്തേക്ക് ആക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഫൂട്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ സിബിൻ്റെ ഇത് വരുന്ന സമയത്ത് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ സിബ് അങ്ങോട്ട് താഴത്തോട്ടും മേത്തോട്ടും ഞാൻ ആക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് വെച്ചതിന് ശേഷം ആ സിബിൻ്റെ മുകളിൽ വെക്കേണ്ട ഒരു പീസ്, അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് മടക്കിയതിന് ശേഷം മുകളിൽ നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വന്നിട്ട് താഴത്തേക്ക് കൊടുക്കാം. മുകളിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ മാക്സിൻ്റെ മുകളിൽ വശത്ത് വരുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം. എന്നിട്ട് താഴത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സിബിനേക്കാളും കുറച്ച് ലെങ്ത്തിൽ എടുക്കാം. അങ്ങനെ നമ്മൾ ആ സിബ് പഠിച്ചില്ല, അത് കാണാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിന് കുറച്ച് താഴത്തേക്ക് വരുന്ന രീതിക്ക് വേണം നമ്മളിത് അത്രപോലെ ലെങ്ത്തിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിബിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇത് അടിച്ച് ലോക്കിട്ട് നിർത്താം. കാരണം നമുക്ക് താഴത്ത് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് സ്ക്വയർ വേണം സ്ക്വയർ കൊടുക്കാം, അല്ലെങ്കിൽ കോൺ രീതിക്ക് വേണം കോൺ രീതിക്ക് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ആദ്യം അതൊന്ന് കോൺ രീതിക്ക് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് പഠിച്ച പീസിൽ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് അതിൻ്റെ കുറച്ച് മുകളിൽ നമുക്ക് ലോക്കിട്ട് തുടങ്ങിയിട്ട് അതേ ഷേപ്പിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് നിർത്തിയില്ല സിബിൻ്റെ സൈഡിലേക്ക് കൂടി, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് കൂടിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. മുകളിൽ നിന്നായിട്ട് തുടങ്ങുക, പിന്നെ താഴത്തേക്ക് ആ കോൺ ഷേപ്പിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് അടിച്ചിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗമില്ലേ അവിടത്തേക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. കുറച്ച് മുകളിലേക്ക് അടിച്ചിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ തുടങ്ങിയ വശത്തേക്ക് തന്നെ എത്തും. എന്നിട്ട് അവിടെ നമുക്കത് സ്റ്റോപ്പ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് പീസിലേക്കുള്ള പണിയാണ് കേട്ടോ. ബാക്ക് പീസിൽ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിട്ടതിന് ശേഷം നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ട് പ്രസ് സ്റ്റിച്ച് അടിച്ചെടുത്തും ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ 1.25 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കട്ടെ. നമ്മുടെ നല്ല വശത്തിൻ്റെ നല്ല വശത്തോട് ബാക്കത്തെ നല്ല വശത്തോട് ഫ്രണ്ടിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ വെച്ച ക്രോസ് പീസിൽ അത് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടി. ആ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ക്രോസ് പീസ് ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കട്ടെ. ഇതേപോലെ തന്നെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് ബാക്കിനൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യട്ടെ. കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയും വേണ്ടും. അതിന് ശേഷം നമുക്ക് സ്ലീവ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്ലീവ് വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രണ്ടിലേക്കില്ല ആം ഹോൾ കുഴിച്ച് കട്ടാക്കിയിട്ട് അവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കറക്റ്റാക്കി വെക്കാം കേട്ടോ. അത് ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിലേക്കില്ലേ നമ്മുടെ നെക്ക് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് സ്ലീവ് വെക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്കാണല്ലോ വെക്കൽ. അത് കറക്റ്റ് അപ്പോൾ കട്ട് വരുന്ന വശം നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെയാണോ ഇല്ലത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഇതുപോലെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ളതാണ് കട്ട് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, നമ്മുടെ സ്ലീവ് മാറിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അതേപോലത്തെ ഓപ്പോസിറ്റ് വശം കറക്റ്റല്ലേ നോക്കാം. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് നോക്കിയിട്ട് കറക്റ്റ് അയച്ച് വെച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം സൈഡത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ അടിവശം നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് അധികം എടുത്ത് പറഞ്ഞില്ല. അപ്പോൾ 1 ഇഞ്ച് വീതിക്കാണ് അടിവശം നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നത്. മാക്സ് കുറച്ച് കട്ടിയിലാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ മാക്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു കുടുക്കും അതുപോലെ കണ്ണിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഇട്ട് നോക്കിയതാണ് കേട്ടോ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.